അവളെ ഒതുക്കാനും ഓടിക്കാനും അവൻ തന്നെ വേണം, സിദ്ധാർത്ഥൻ. അവൻ പിന്മാറിയ സ്ഥിതിക്ക് നമ്മൾ കളിക്കണം. ഉറങ്ങിക്കിടക്കുന്ന അവന്റെ സിംഹത്തെ കുത്തി ഉണർത്തണം, അതും അവളിലൂടെ. ഒരു സംഘർഷാവസ്ഥ ഇവിടെ ആവശ്യമാണ്. ഭിന്നിപ്പിച്ച് കാര്യം നേടുന്ന വെള്ളക്കാരന്റെ തന്ത്രം. വിഷത്തിന് ഔഷധം. ഒരു ഡബിൾ പ്ലേയിലൂടെ എല്ലാം ശുഭമാകും. സമ്മതിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലെ ആരെങ്കിലും ആവട്ടെ പറ. ധൃതരാഷ്ട്ര പോലും അങ്ങയുടെ കൂർമ്മ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോകും. അന്തന്റെ ആയുധം ശക്തിയല്ല, ബുദ്ധിയാണ്. എന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും കൂടി ചേർന്നാൽ ഈ കോട്ട നമുക്ക് പിടിച്ചെടുക്കാം. പതിവ് പോലെ ചില്ലുകൾ ഉടയട്ടെ. ഇക്കുറി സൂക്ഷിക്കണം. എസ് ഐ തിമ്മയ്യ സമർത്ഥനാണ്. കല്ലിൽ വിരലടയാളം പതിയാതെ നോക്കണം. ഇതാ ടവൽ. കല്ല് ടവലിൽ പൊതിഞ്ഞു വേണം എറിയാൻ. പിന്നം ഉഴക്കരുത്, അല്ല ഉന്നം പിഴക്കരുത്. അവിടത്തെ ബുദ്ധിയുടെ അപാരതയ്ക്ക് മുന്നിൽ ഈ ശിഷ്യന് ഒരിക്കലും ഉന്നം പിഴക്കില്ല. അയ്യേ, അനുഗ്രഹം വാങ്ങാനായിരുന്നു അല്ലേ? പോയി ചില്ലുകൾ ഉടച്ച് ജയിച്ചു വരൂ. ഈ ബംഗ്ലാവിൽ നിന്നും 24 മണിക്കൂറിനകം ഞാൻ അവളെ തുരത്തും. എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ, എന്നെ കാത്തുകൊള്ളണേ. ചിയേഴ്സ്. അമ്മയാണ് മോളെ. എന്നെ വിളിച്ചു, ഞാൻ നിന്നെ വിളിച്ചു. ചെല്ലടാ. നമുക്ക് രണ്ടു. ആരാ ഫോൺ കണക്ട് ചെയ്ത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാ ഫോൺ കണക്ട് ചെയ്തെന്ന്? അവനല്ലാതെ മറ്റാര്? ആ സിദ്ധാർത്ഥൻ. ഒരാഴ്ചക്കകം കുഞ്ഞിനെ എവിടെ നിന്ന് തുരത്തി ഓടിക്കൂന്നല്ലേ അന്നവൻ വിളിച്ചു കൂവിയത്. ഇന്നലെ രാത്രി വീണ്ടും ചില്ലടച്ചു. വാശിയെടുത്ത മഹാപെശകായി സിദ്ധാർത്ഥൻ അല്ലേ? ഈ കൊടകിൽ അവനെ ഒതുക്കാൻ ഒറ്റ ആളേ ഉള്ളൂ, ചെങ്കപ്പ. കണ്ട, പേര് പറഞ്ഞപ്പോഴേ ഞാൻ ഞെട്ടി. നീ ഞെട്ടിയ? മണ്ണിന്റെ മക്കൾ വാദവും പറഞ്ഞു നടക്കുന്ന ഒരു കൂലിത്തല്ലുകാരനാ. പിന്നെ ശത്രു ഇവനായതുകൊണ്ട് ചെങ്കപ്പ വില പേച്ചില്ല. ഇല്ലടാ. This program is sponsored by Teyundi. തല്ലുകൊണ്ടതിന് സോറി. മാലക്കാണോ? അല്ലാട്ട് എന്താ വെള്ളരിക്കപ്പെട്ടനാണോ? ഒരാള് വെറുതെ ഇട്ടിടിക്ക. ഞാൻ പേടിച്ചു. ഇനി എന്നെ തല്ലരുത്. ജയ് ബജ്രംബലി. ജയ് ബജ്രംബലി. നമ്മളിങ്ങനെ കാശ് ചേട്ടാ. ഒരു സ്ട്രോങ് ടീ. ഏമണ്ടി സൗഖ്യമാ? ജയ ജയ കൃഷ്ണ ഗോവിന്ദ, ജയ ജയ രാമ ഗോവിന്ദ, ജയ ജയ ജയ. ശാന്തി ശാന്തി.
വലിയ വീട്ടിലെ പെണ്ണുങ്ങളെ നീ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലടാ. ഓ, അതാണ് കാര്യം. അതേടാ. വിടുന്നവരെ ഒരു കുടകരം തല്ലിയിട്ട് നോക്കി നിൽക്കുന്നോ? തല്ലിക്കൊല്ലടാ ചേട്ടേ. ഞാനും ഈ കൊടകിൽ വളർന്നവനാ. ഏതൊരു പെണ്ണിന്റെ വാക്ക് കേട്ട് കൂലിക്ക് തല്ലാൻ വന്ന് ഇവനെ തല്ലിയത് തെറ്റാണോ? തെറ്റാണെങ്കിൽ എന്നെ തല്ലാം, കൊല്ലാം. അവര് പുറപ്പെട്ടു. വഴിയെ വെച്ച് വീണ്ടും വിളിച്ചിരുന്നു. ഏതാനും മണിക്കൂറിനകം അവരിവിടെ എത്തും. വിളിച്ചു ചോദിച്ചപ്പോ ഒന്നും ഒളിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ എത്ര കണ്ട് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും? ഇല്ല, ഞാൻ പോവില്ല. ആര് വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല. വാസനകൾ എന്നെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? വരുന്നത് മറ്റാരുമല്ലല്ലോ, സ്വന്തം അമ്മയല്ലേ. എല്ലാം തുറന്നു പറയുന്നതല്ലേ ഒരു ആശ്വാസം. എനിക്കറിയാം, വിധി ഓർത്ത് കരയാൻ എന്റെ അമ്മയ്ക്ക് കഴിയുള്ളൂ. എന്നെ രക്ഷിക്കാനും സഹായിക്കാനും അമ്മയ്ക്ക് പറ്റില്ല. മോളെ, ഇത് എത്രയാന്ന് കരുതിയാ ഒളിക്കുക? ആർക്കും ഞാൻ പറയണ മനസ്സിലാവില്ല. ഇല്ല, ഞാൻ പോവില്ല. സത്യമായിട്ട് ഞാൻ പോവില്ല. അവസാനമായിട്ട് ചോദിക്കുക, വാസനകൾ എന്നെ രക്ഷിക്കാൻ പറ്റുമോ? മോളെ, അതിപ്പോ അവര് പുറപ്പെട്ട സ്ഥിതിക്ക് വേണ്ട. അച്ഛന്റെ ആത്മാവ് ഉറങ്ങുന്ന മണ്ണില ഞാൻ അഭയം തേടി വന്നത്. ഈ പൂജ ജീവിച്ചിരുന്നാലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. ഇല്ല, ആർക്കും എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ആർക്കും. മോളെ, സൂപ്പർ. ഓ, ആ പണ്ടാറക്കാലൻ എന്റെ വായിലെ തൊലി മുഴുവൻ കളഞ്ഞു. തിരുമീതുകൊണ്ട് ഒഴിഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല. ആ പണ്ടാറക്കാലിയുടെ ഗുണ്ടായുസങ്ങൾക്ക് ദൈവം ശിക്ഷ നൽകണം. എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട തരിക? അയ്യോ. സംസാരിക്കാറാവാത്ത നന്നായി. എന്റെ തിരുപ്പതി ഭഗവാനെ, അവൾക്കൊരു തിരിച്ചടി കിട്ടാൻ ദേ ഞാൻ ഈ ഇളം മുട്ട അവിടത്തേക്ക് നേർച്ചയായിട്ട് നൽകുന്നു. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. നിനക്കും കിട്ടിയാ? ഇതാ കിട്ടില്ലല്ലോ, ഇത് വേറെ കിട്ടില്ല.
അയ്യോ ചൂടുവെള്ളം. അതിരുന്നപ്പോ മനസ്സിലായില്ലേ? അറിഞ്ഞോ ആ പൂജാരി മൂജ മൂച്ച തെറ്റിക്കരുത്. ആ മൂദേവി പൂജ ബോധമില്ലാതെ ആശുപത്രി കിടക്കാം. നേരോ? ആ നേരിട്ട് ചെന്ന് കണ്ടിട്ട് എന്നെ പറഞ്ഞേ കൺഫേംഡ്. എന്റെ മൊട്ടപ്രിയനായ തിരുപ്പതി ഏഴുമല വെങ്കടേശ, ഈ ഇളം മൊട്ട നിനക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? നാവുകൊണ്ട് നേർന്നുള്ള അപ്പൊ തന്നെ ബലം കിട്ടി. ഇതെന്റെ ഗോഡി സോംപ്ലേറ്റാ, ദൈവത്തിന്റെ മുട്ട. ഓ, എന്തായാലും നമുക്കിത് ആഘോഷിക്കാം.